Hello dear students, in this video we study universal graphs and a theorem related to universal graph. First നമുക്ക് universal graphന്റെ definition പറയണമെങ്കിൽ universal line എന്താണെന്ന് അറിയണം. A universal line is an open back includes all the edges of graph without retracing any edge. ഒരു ഗ്രാഫിലെ എല്ലാ എഡ്ജസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാത്തതുമായിട്ടുള്ള ഓപ്പൺ ബാക്കിനെയാണ് യൂണിവേഴ്സൽ ലൈൻ എന്ന് പറയുന്നത്. എ കണക്റ്റഡ് ഗ്രാഫ് ദാറ്റ് ഹാസ് എ യൂണിവേഴ്സൽ ലൈൻ ഈസ് കോൾഡ് എ യൂണിവേഴ്സൽ ഗ്രാഫ്. യൂണിവേഴ്സൽ ലൈൻ ഉള്ളൊരു കണക്റ്റഡ് ഗ്രാഫിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? യൂണിവേഴ്സൽ ലൈൻ ഉള്ളൊരു കണക്റ്റഡ് ഗ്രാഫിനെ യൂണിവേഴ്സൽ ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇതെന്ത് വാക്കാകണം? ഓപ്പൺ വാക്ക്. അപ്പം എന്തായിരുന്നു വാക്ക്? വാക്ക് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വിത്ത് വെർട്ടിസസ് അല്ലേ? വാക്ക് ഈസ് ആൻ സീക്വൻസ് ഓഫ് വെർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും വെർട്ടെക്സിലായിരിക്കണം. ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ് വെർട്ടെക്സ്, അതായത് ടെർമിനൽ വെർട്ടെക്സ് സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് ക്ലോസ്ഡ് വാക്ക് എന്നും, ടെർമിനൽ വെർട്ടെക്സുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഓപ്പൺ വാക്ക് എന്നും പറയാം. അപ്പം നമ്മുടെ യൂണിവേഴ്സൽ ലൈൻ ആണെങ്കിൽ ആ വാക്ക് എന്തായിരിക്കണം? ഓപ്പൺ വാക്ക് ആയിരിക്കണം. ഇത് ക്ലോസ്ഡ് വാക്ക് ദാറ്റ് കണ്ടെയ്നിങ് ഓൾ ദ എഡ്ജസിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ക്ലോസ്ഡ് വാക്ക് കണ്ടെയ്നിങ് ഓൾ ദ എഡ്ജസ് ഓയിലർ ലൈൻ. ക്ലോസ്ഡ് വാക്ക് ആണെങ്കിൽ ഓയിലർ ലൈൻ ആൻഡ് ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് ഓയിലർ ഗ്രാഫ്. ആൻഡ് ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് ഓയിലർ ഗ്രാഫ്. അപ്പം ഓയിലർ ഗ്രാഫും യൂണിവേഴ്സൽ ഗ്രാഫും. ഓയിലർ ഗ്രാഫിലാണെങ്കിൽ ഓയിലർ ലൈൻ ഉണ്ടായിരിക്കണം, യൂണിവേഴ്സൽ ഗ്രാഫിലാണെങ്കിൽ യൂണിവേഴ്സൽ ലൈൻ ഉണ്ടായിരിക്കണം. അപ്പോൾ യൂണിവേഴ്സൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വാക്കാണ്, ഓയിലർ ലൈൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് വാക്കാണ്. ആ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓയിലർ ലൈൻ ആണെങ്കിൽ ക്ലോസ്ഡ് വാക്കാണ്, യൂണിവേഴ്സൽ ലൈൻ ആണെങ്കിൽ ഓപ്പൺ വാക്ക്. ഇപ്പോൾ ഡെഫിനിഷൻ മനസ്സിലായല്ലോ? യൂണിവേഴ്സൽ ഗ്രാഫ് ആൻഡ് യൂണിവേഴ്സൽ ലൈൻ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദിസ് ഗ്രാഫ്. ഗ്രാഫ് യൂണിവേഴ്സൽ ഗ്രാഫ് ആണെങ്കിൽ ഇതിലൊരു യൂണിവേഴ്സൽ ലൈൻ ഉണ്ടായിരിക്കണം. അതായത് ഓൾ എഡ്ജസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓപ്പൺ വാക്ക് ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതിലൊരു യൂണിവേഴ്സൽ ലൈൻ ഉണ്ടെന്ന് പറയാം. ആ ലൈൻ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താകും? യൂണിവേഴ്സൽ ഗ്രാഫ് ആകും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യാം. ഞാനിപ്പം എ എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നു. എയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പാത്ത് പറഞ്ഞ എ ടു സി. അപ്പം A1C അല്ലേ? A1C. C2 ഞാൻ D മൂവ് ചെയ്യുന്നു. അപ്പം എഡ്ജ് എന്ത് വരും? C2D, D2A. അപ്പം D3A, A2B, A4B, B2D, B5D, D2E, D6E, E2B, E7B. Okay, so this is an open vac containing all the edges of this graph. This vac is called a universal line. This open vac is called a universal line. Since this graph contains a universal line, the graph is a universal graph. നമുക്ക് ഈ ഗ്രാഫിൽ ഇങ്ങനെയും ഒരു ഓപ്പൺ വാക്ക് ഡിഫൈൻ ചെയ്യാം. A1C, 2D3, A4B, 5D. ഈ ഗ്രാഫിൽ നമുക്കിപ്പം അനദർ വാക്ക് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. A2C, C2D, D2A, A2B, B2D, E2E, E2B. This is also a universal line. എന്തായാലും ഈ ഗ്രാഫിൽ ഒരു യൂണിവേഴ്സൽ ലൈൻ ഉണ്ട്. സോ ദിസ് ഗ്രാഫ് ഈസ് എ യൂണിവേഴ്സൽ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ്
യൂണിക്കേഴ്സൽ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറമാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലെ സെക്കൻഡ് തിയറമാണിത്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ജി with exactly 2k odd vertices, there exist k edge disjoint subgraphs that they together contain all edges of G and that each is a unicursal graph. എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്? ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ജി വിത്ത് എക്സാക്ട്ലി 2k ഓഡ് വെർട്ടിസസ്. നമ്മുടെ ഗ്രാഫ് എന്തായിരിക്കണം? കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. അതിൽ എത്ര ഓഡ് വെർട്ടിസസ്? 2k ഓഡ് വെർട്ടിസസ്. 2k എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ഓഡ് വെർട്ടിസസ് അങ്ങനെയുണ്ടെങ്കിൽ ദെയർ എക്സിസ്റ്റ്, എന്ത് എക്സിസ്റ്റ് ചെയ്യും? ദെയർ എക്സിസ്റ്റ് k എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ്. ആ ഗ്രാഫിൽ k എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എക്സിസ്റ്റ് ചെയ്യും. എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ സബ് ഗ്രാഫ്സിന് കോമൺ ആയിട്ട് എഡ്ജസ് ഒന്നും ഉണ്ടാകില്ല. എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് സച്ച് ദാറ്റ് ദേ ടുഗദർ കണ്ടെയ്ൻ ഓൾ ദ എഡ്ജസ് ഓഫ് ജി. ആ സബ് ഗ്രാഫ്സുകളുടെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ നമ്മുടെ ഹോൾ ഗ്രാഫിലുള്ള എഡ്ജസ് എല്ലാം കിട്ടുകയും ചെയ്യും. ആൻഡ് ദാറ്റ് ഈച്ച് ഈസ് എ യൂണിക്കേഴ്സൽ ഗ്രാഫ്. ആ ഓരോ സബ് ഗ്രാഫും എന്തായിരിക്കും? യൂണിക്കേഴ്സൽ ഗ്രാഫ് ആയിരിക്കും. അത് 2k ഓഡ് വെർട്ടസസ് ഉള്ള ഒരു കണക്റ്റഡ് ഗ്രാഫിന് k എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എക്സിസ്റ്റ് ചെയ്യും. സച്ച് ദാറ്റ് ആ സബ് ഗ്രാഫുകളുടെ എഡ്ജസ് എല്ലാം എടുക്കുമ്പോൾ നമ്മുടെ ഹോൾ ഗ്രാഫിൻ്റെ എഡ്ജസും കിട്ടും. അതുപോലെ ആ ഓരോ സബ് ഗ്രാഫുകളും എന്താണ്? യൂണിക്കേഴ്സൽ ഗ്രാഫാണെന്ന്. അപ്പം നമ്മുടെ കയ്യിലിപ്പം കിട്ടുന്നത് നമുക്കൊരു കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എക്സാക്ട്ലി 2k ഓഡ് വെർട്ടിസസ് ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് അതിൽ k എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് ഉണ്ടെന്നും സച്ച് ദാറ്റ് അവരുടെ എല്ലാം യൂണിയൻ എടുക്കുമ്പം എല്ലാ എഡ്ജസും കിട്ടുന്നുവെന്നും അത് ഓരോന്നും യൂണിക്കേഴ്സൽ ഗ്രാഫാണെന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ അസ്യൂം ചെയ്യാം, പ്രൂഫ് നോക്കാം. പ്രൂഫിൽ നമുക്ക് ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്യാം? ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എക്സാക്ട്ലി 2k ഓഡ് വെർട്ടിസസ്. നമ്മുടെ ഗ്രാഫിൽ എത്ര ഓഡ് വെർട്ടിസസ്? 2k ഓഡ് വെർട്ടിസസ് എന്ന് നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് 2k ഓഡ് വെർട്ടിസസ്. അപ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ ജി എന്ന് പറയുന്നൊരു കണക്റ്റഡ് ഗ്രാഫാണ്. അതിലെത്ര ഓഡ് വെർട്ടിസസ് ഉണ്ടെന്ന്? 2k ഓഡ് വെർട്ടിസസ് ഉണ്ട്. ലെറ്റ് ദീസ് ഓഡ് വെർട്ടിസസ് ബി നെയിംഡ് v1 v2 എക്സെട്ര vk, w1 w2 എക്സെട്ര wk. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെയിം ചെയ്യാം. ഇപ്പോൾ v1 v2 എക്സെട്ര vk എന്നും w1 w2 എക്സെട്ര wk എന്നും നെയിം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൂഫിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഈ പ്രൂഫിനായിട്ട് വരാം. കൺസിഡർ this graph. This is a graph with 4 vertices and 6 edges. Vertex name 1, 2, 3, 4 and edges A, B, C, D. This is E and this is F. 4 vertices and 6 എഡ്ജസ്. ഇനി ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഒന്ന് നോക്കാം. ഡിഗ്രി ഓഫ് 1ൻ്റെ ഡിഗ്രി 1ൽ ഇൻസിഡൻ്റ് ചെയ്തിട്ടുള്ള 1, 2, 3 എഡ്ജസ് ഉണ്ട്. സോ ഡിഗ്രി ഓഫ് 1 ഈക്വൽ ടു 3. ഡിഗ്രി ഓഫ് 2, 2ലും 3 വെർട്ടെക്സുകൾ 3 എഡ്ജസ് ഇൻസിഡൻ്റ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ഓഫ് 3 എന്ത് വരും? 3ലും 3 എഡ്ജസ് ഇൻസിഡൻ്റ് ചെയ്ത് 3. ഡിഗ്രി ഓഫ് 3. ഓൾ ദ വെർട്ടിസസ് ആർ ഓഫ് ഡിഗ്രി 3. എത്ര വെർട്ടെക്സിൻ്റെ ഡിഗ്രി 3 ഉണ്ട്? 4 വെർട്ടെക്സിൻ്റെ ഡിഗ്രി. നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് 2k ഓഡ് ഡിഗ്രി വെർട്ടെക്സസ്. 2k വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണ്? ഓടാണ്. അപ്പം ഹിയർ എത്ര വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഓടാണ്? 4 വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഓടാണ് അല്ലേ? 2k എന്ന് പറയുന്നത് 4 വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഓഡ് ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കി. ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് എക്സാക്ട്ലി 2k ഓഡ് വെർട്ടിസസ്. അപ്പോൾ ഇവിടെ 4 ഓഡ് വെർട്ടിസസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം? ദെയർ എക്സിസ്റ്റ് k എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ്. k എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്സ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ 2k ഈക്വൽ ടു 4 ആണ്. സോ k ഈക്വൽ ടു 2. അപ്പം ഈ ഗ്രാഫിൽ നിന്നും 2 എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫുകൾ ഫൈൻഡ് ചെയ്യണം. സച്ച് ദാറ്റ് ആ ഓരോ
എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫുകളിലും യൂണിക്കഴ്സൽ ഗ്രാഫ് ആയിരിക്കണം. അവരുടെ യൂണിയൻ എടുക്കുമ്പം നമ്മുടെ ഹോൾ ഗ്രാഫ് കിട്ടുകയും വേണം. അപ്പോൾ നമുക്കിവിടെ 2 എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ ചെയ്യുന്നത്, നമുക്കിവിടെ K2 ആണല്ലോ, ഒരു 2 എഡ്ജസ് ഈ ഗ്രാഫിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാനൊരു 2 എഡ്ജസ് ഈ ഗ്രാഫിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നെയിം ചെയ്യുന്നു GH. ഓക്കെ, നെയിം ചെയ്യുന്നു GH. അപ്പം ഇവിടെ 2 എഡ്ജസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതിൽ നിന്നും ഒരു ഓയിലർ ലൈൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ഓയിലർ ലൈൻ നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. ഇപ്പം 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 1 to 2 എത്തുന്നു. അപ്പം 1 G2 1 G2 2 to 1 2 to 1. അപ്പം 2 A1 1 to 3ൽ പോകുന്നു. അപ്പം 1 F3 3 to ഞാൻ Bയിൽ പോയി. അപ്പം 3 to 2 3B2 2ൽ നിന്ന് 4ലെത്തി. 2E4 4ൽ നിന്നും 3ലേക്ക് പോകുന്നു. അപ്പോൾ 4C3 3 to ഞാൻ ഈ വഴി 4ൽ വരുന്നു. അപ്പം 3H4 4ൽ നിന്നും 1ലേക്ക് 4D1. അപ്പം ഇതൊരു ക്ലോസ്ഡ് വാക്ക് അല്ലേ. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1ൽ എൻഡ് ചെയ്തു. എല്ലാ എഡ്ജസിനെയും ഇൻക്ലൂഡ് ചെയ്യും. നോക്കൂ, എല്ലാ എഡ്ജസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വാക്കാണ്. സോ ദിസ് ഈസ് ആൻ ഓയിലർ ലൈൻ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ ഓയിലർ ലൈനിൽ നിന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത ഒരു എഡ്ജ് ഉണ്ടല്ലോ, G എന്ന് പറയുന്ന എഡ്ജ്, ആ എഡ്ജ് റിമൂവ് ചെയ്യുന്നു. ജിയിൽ നിന്നും ആരെ റിമൂവ് ചെയ്യുന്നു? സോ ഗ്രാഫിൽ നിന്നും G റിമൂവ് ചെയ്യുന്നു. G റിമൂവ് ചെയ്തു. G റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ G റിമൂവ് ചെയ്തു. അപ്പം 1G2 എന്നൊരു പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പം എന്ത് വരത്തുള്ളൂ? 2A1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2A1 F3B2. ഓക്കെ, ദിസ്. അപ്പം ഇതെന്ത് വാക്കാണ്? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1ൽ എൻഡ് ചെയ്തു. അപ്പം ഇതെന്ത് വാക്കാണ്? ഓപ്പൺ വാക്കാണ്. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1ലെത്തി. അപ്പോൾ അത് ഓപ്പൺ വാക്കാണ്. ഓപ്പൺ വാക്ക് എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിൻ്റെ ടെർമിനൽ വെർട്ടീസസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം ഇതൊരു ഓപ്പൺ വാക്കാണ്. ഇതൊരു ഓപ്പൺ വാക്കായതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഗ്രാഫിൻ്റെ എല്ലാ എഡ്ജസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഈ ഒരു ഗ്രാഫിൻ്റെ എല്ലാ എഡ്ജസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ യൂണിക്കഴ്സൽ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ ഒരു യൂണിക്കഴ്സൽ ലൈൻ കിട്ടി. ഇനി നമുക്ക് K എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് സബ് ഗ്രാഫ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു എഡ്ജും കൂടെ റിമൂവ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത ആ എഡ്ജ് റിമൂവ് ചെയ്യുന്നു. നേരത്തെ ആഡ് ചെയ്ത എഡ്ജ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. ആ എഡ്ജ് റിമൂവ് ചെയ്യുമ്പം ഈ വാക്കിൽ ആരാണ്? H അല്ലേ റിമൂവ് ആകുന്നത്. ഈ ഒരു എഡ്ജ് ഇവിടെ നിന്ന് പോകുമല്ലോ, പോയി. അപ്പം ഇവിടെ എത്ര വാക്ക് വന്നു നോക്കേ? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ലെത്തുന്ന ഒരു വാക്കും 4ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1ലെത്തുന്ന ഒരു വാക്കും കണ്ടോ? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ലെത്തി. 2ൽ നിന്ന് ഏതൊക്കെയാണ് ആ പാത്തെന്ന് പറഞ്ഞേ? 2A1 1F3B2E4 കണ്ടോ? ഒരു ഓപ്പൺ വാക്ക് കിട്ടി അല്ലേ? ഇതൊരു ഓപ്പൺ വാക്കാണ്. ഇവിടെ എന്താണ്? ഒരു യൂണിക്കഴ്സൽ ലൈനാണ്. അടുത്തത് 4D1, അടുത്തൊരു യൂണിക്കഴ്സൽ ലൈൻ കിട്ടി.
ഓക്കെ, അപ്പോൾ നമ്മൾ 2 എഡ്ജ് ആഡ് ചെയ്തായിരുന്നു. ആ എഡ്ജ് 2 റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് എത്ര യൂണിക്കഴ്സൽ ലൈൻ കിട്ടി? 2 യൂണിക്കഴ്സൽ ലൈൻ കിട്ടി. അപ്പോൾ അത് 2 യൂണിക്കഴ്സൽ ലൈൻ ആയതുകൊണ്ട് ഇത് ഒരു യൂണിക്കഴ്സൽ ഗ്രാഫ് ആയിരിക്കും. ഈ ഗ്രാഫ് എന്തായിരിക്കും? ഒരു യൂണിക്കഴ്സൽ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഒരു യൂണിക്കഴ്സൽ ലൈനെങ്കിലും ഉള്ള ഗ്രാഫിനെ നമുക്ക് യൂണിക്കഴ്സൽ ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഗിവൺ ഗ്രാഫിനെ നമ്മൾ 2 എഡ്ജ് ഡിസ്റ്റോയിൻ്റ് ഗ്രാഫാക്കി സെപ്പറേറ്റ് ചെയ്തില്ലേ? നമ്മുടെ ഗിവൺ ഗ്രാഫ് ഇതായിരുന്നു. ഇതൊരു ഗിവൺ കണക്റ്റഡ് ഗ്രാഫ് ആയിരുന്നു. അതിന് 2k ഓഡ് വെർട്ടിസസ് ആയിരുന്നു, 4 ഓഡ് വെർട്ടിസസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് k2 ആണ്. അപ്പോൾ 2 എഡ്ജ് ഡിസ്റ്റോയിൻ്റ് സബ് ഗ്രാഫ് ആക്കിയാൽ ഇതിന് രണ്ടിന് കോമൺ ആയിട്ടൊന്നുമില്ല. ഇത് 1 4 1 എന്ന് പറയുന്നതും ഇത് 1 2 3 4. ഇതിനകത്ത് എഡ്ജസിൻ്റെ നെയിം ഇത് നോക്കിയാൽ മതിയല്ലോ. അപ്പം അത് രണ്ടും എന്താണ്? 2 എഡ്ജ് ഡിസ്റ്റോയിൻ്റ് സബ് ഗ്രാഫ്. ഇതിന് രണ്ടിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഗിവൺ ഗ്രാഫ് കണക്റ്റഡ് ഗ്രാഫ് കിട്ടും. ഓൾസോ ഇത് രണ്ടും എന്താണ്? യൂണിക്കഴ്സൽ ഗ്രാഫുകളുമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ ഈ ഒരു വേയിലാണ് പോകുന്നത്. അതായത് 2 എഡ്ജ് ആഡ് ചെയ്യുന്നു, ആ എഡ്ജ് വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഓയിലർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഓയിലർ ലൈനിൽ നിന്ന് നമ്മൾ എത്ര എഡ്ജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു അത്രയും എഡ്ജസ് റിമൂവ് ചെയ്യുന്നു. എത്ര എഡ്ജസ് റിമൂവ് ചെയ്യുന്നു അത്രയും യൂണിക്കഴ്സൽ ഗ്രാഫുകൾ കിട്ടുന്നു. ഇതാണ് നമ്മുടെ പ്രൂഫിൻ്റെ വേ. ഓക്കെ, നമുക്ക് നോക്കാം. Let G be a connected graph with exactly 2k odd vertices. Okay, let these odd vertices be v1, v2, etc., vk, w1, w2, etc., wk in any arbitrary order. നമ്മൾ നേരത്തെ 1 2 3 4 ഇപ്പോൾ നമ്മളവിടെ 2 വെർട്ടെക്സ് സെറ്റ് എടുത്തിട്ട് അതിൽ നിന്നാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ആഡ് k edges between these pair of vertices v1, w1, v2, w2, etc., vk, w4. എന്താണെന്ന് ഡൗട്ട് ഉണ്ടോ? നമ്മളിവിടെ v1 v2 ആയിട്ട് എടുത്തത് ഇത് രണ്ടുമാണ്. ഇവിടെ v1 v2 ആയിട്ട് എടുക്കുന്നത് 1നെയും 2ഉം. ഇത് v1, this is v1, this is v2, this is w1, this is w2. എന്നിട്ട് നമ്മൾ ഇവിടെ അല്ലേ എഡ്ജ് ആഡ് ചെയ്ത് കൊടുത്തത്? v1 w1ഉം v2 w2 എഡ്ജസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് 2k ഓഡ് വെർട്ടിസസ്. ഓഡ് വെർട്ടിസസ് നെയിം ചെയ്തിരിക്കുന്നത് v1 v2 എക്സെട്ര vk, w1 w2 എക്സെട്ര wk. ആഡ് k എഡ്ജസ് ടു g between the pairs v1 w1, v2 w2 എക്സെട്ര vk wk. ഓക്കെ, നമ്മൾ എഡ്ജസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു v1 v2 ടു ഫോം എ ന്യൂ ഗ്രാഫ് h. നമുക്ക് അവിടെ ന്യൂ ഗ്രാഫ് കിട്ടിയായിരുന്നാൽ h. സോ ദാറ്റ് എവരി വെർട്ടെക്സ് ഓഫ് h ഈസ് ഓഫ് ഈവൻ ഡിഗ്രി. നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൻ ആയിരുന്നില്ലേ വന്നത്? ഇത് 3 ആയിരുന്നു, ഇവിടെ ഒന്നും കൂടെ വരുമ്പോൾ 4 ആയി. ഇത് 4, ഇവിടെ 4, ഇത് 4 4 4 4. അപ്പം അതിൻ്റെ എല്ലാം ഡിഗ്രി, എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്തായി? ഈവൻ ഡിഗ്രി ആയി. ഓക്കെ, ഓൾ വെർട്ടെക്സ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. ഈവൻ ഡിഗ്രി ഉണ്ടെങ്കിൽ അതിൽ ഷുവറായിട്ടും എന്തുണ്ടായിരിക്കും? ഒരു ഓയിലർ ലൈൻ ഉണ്ടായിരിക്കും. ആ ഓയിലർ ലൈനിനെ നമ്മൾ നെയിം ചെയ്തു പി. നമുക്കവിടെ ഒരു ഓയിലർ ലൈൻ കിട്ടിയായിരുന്നു. നൗ ഇഫ് വി റിമൂവ് പി ഫ്രം ദ കെ എഡ്ജസ് വി ജസ്റ്റ് ആഡഡ്, ദ പി ഈസ് ഡിവൈഡഡ് ഇൻറ്റു കെ വാക്സ് ഈച്ച് ഓഫ് വിച്ച് ഇസ് എ യൂണിക്കഴ്സൽ ലൈൻ. നമ്മുടെ കിട്ടിയ വാക്ക് ഇതായിരുന്നു, പി ഇതായിരുന്നു, നമുക്ക് കിട്ടിയ പി ഇതായിരുന്നു. ആ പിയിൽ നിന്ന് നമ്മൾ എത്ര വെർട്ടെക്സുകൾ എഡ്ജസ് ആഡ് ചെയ്തു ആ എഡ്ജസ് എല്ലാം റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? യൂണിക്കഴ്സൽ ഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ് അതെങ്ങനെയായിരുന്നു വരുന്നത്? ദ ഫസ്റ്റ് റിമൂവൽ ഗിവ്സ് എ സിംഗിൾ യൂണിക്കഴ്സൽ ലൈൻ. നമ്മൾ ഫസ്റ്റ് ജി റിമൂവ് ചെയ്തപ്പം ഒരൊറ്റ യൂണിക്കഴ്സൽ ലൈൻ വന്നു. ദ സെക്കൻഡ് റിമൂവൽ ഡിവൈഡ്സ് ഇറ്റ് ഇൻറ്റു 2 യൂണിക്കഴ്സൽ ലൈൻസ്. ആൻഡ് ഈച്ച് സക്സസീവ് റിമൂവൽ ഡിവൈഡ്സ് എ യൂണിക്കഴ്സൽ ലൈൻ ഇൻറ്റു 2 യൂണിക്കഴ്സൽ ലൈൻ. അപ്പോൾ നമുക്കിവിടെ കെ എഡ്ജസിന് വരെ നമുക്കിവിടെ 2 എഡ്ജസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് 2 എഡ്ജസ് റിമൂവ് ചെയ്തപ്പോൾ തന്നെ എന്ത് കിട്ടി? യൂണിക്കഴ്സൽ ഗ്രാഫുകൾ കിട്ടി. അപ്പോൾ നമുക്കിപ്പം ഇത് ഒരെണ്ണമായിരുന്നു, ഒരൊറ്റ പാത്തായിരുന്നല്ലോ, ഇതൊരൊറ്റ വാക്കായിരുന്നു. ആ ഒരു വാക്കിൽ നിന്നും ആദ്യം ഒരു എഡ്ജ് റിമൂവ് ചെയ്തപ്പം ഒരു യൂണിക്കഴ്സൽ ലൈൻ കിട്ടി. പിന്നെ അടുത്ത ഈ യൂണിക്കഴ്സൽ ലൈനിൽ നിന്ന്, ഈ ഹോൾ യൂണിക്കഴ്സൽ ലൈനിൽ നിന്ന് ഒരു എഡ്ജ് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടി. പിന്നെ ഇനി നമുക്കിതിനെ, ഇതിപ്പം 2 എഡ്ജ് ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 3 എഡ്ജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഇതിനെ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ആ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ അത് അഗെയിൻ 2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഓരോ എഡ്ജസ് എത്ര എഡ്ജസ് ഉണ്ടോ ആ എഡ്ജസ് റിമൂവ് ചെയ്യുന്ന അത്രയും എന്ത് കിട്ടും? യൂണിക്കഴ്സൽ
ഗ്രാഫുകൾ കിട്ടും. എത്ര എഡ്ജസ് ഉണ്ടോ അത്രയും എത്ര എഡ്ജസ് റിമൂവ് ചെയ്യുന്നോ അത്രയും എന്ത് കിട്ടും? യൂണിക്കേഴ്സൽ ഗ്രാഫുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ k എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്ക് k യൂണിക്കേഴ്സൽ ഗ്രാഫുകൾ കിട്ടും. ആ k യൂണിക്കേഴ്സൽ ഗ്രാഫുകളും എന്തായിരിക്കും? എഡ്ജ് ഡിസ്റ്റർമിൻ്റ് ആയിരിക്കും. അവരുടെ എല്ലാം യൂണിയൻ എടുക്കുമ്പോൾ നമ്മളുടെ ഹോൾ ഗ്രാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫ് ഇത്രയും ഉള്ളൂ. എന്തായിരുന്നു? Let G be a connected graph with 2k odd vertices. Let G be a connected graph with 2k odd vertices. These vertices named as v1, v2, etc. vk, w1, w2, etc. wk. Add k edges to G between these pairs v1, w1, v2, w2, etc. vk, wk. We get a new graph H so that vertex of each is even degree. Therefore, it contains an Euler line. If we remove from P k edges just added, the VAC is divided into k VACs, each of which is a unicursal line. That is, the first removal gives a single unicursal line. The second removal and the successive removal gives two unicursal graphs. ഓക്കെ, അങ്ങനെ k എഡ്ജസ് റിമൂവ് ചെയ്യണമെങ്കിൽ k യൂണിക്കേഴ്സൽ ഗ്രാഫ്. അപ്പം 2k ഓഡ് വെർട്ടിസ് ഉള്ള ഗ്രാഫിൽ നിന്ന് നമുക്ക് k എഡ്ജ് ഡിസ്റ്റോൻ്റെ സബ് ഗ്രാഫ്സ് ഫോം ചെയ്യാം. അത് ഓരോരുത്തരും എന്തായിരിക്കും? യൂണിക്കേഴ്സൽ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, താങ്ക്സ്.